കനത്ത മഴ അവഗണിച്ച് നിലമ്പൂർ വിധി എഴുതാണിപ്പോൾ. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെണ്ണൽ ആദ്യ 2 മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്നു. 13.15% ഒരു അരമണിക്കൂറൊക്കെ മുമ്പുള്ള പോളിംഗ്. അതിൻ്റെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴേ കുറച്ചുകൂടി ഉയരും. ബൂത്തുകളിൽ വോട്ടേഴ്സിന് നീണ്ട നിരയുണ്ട്. 4 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറായതിനാൽ അല്പസമയം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടുവെങ്കിലും അത് പുനരാരംഭിച്ചു. രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥികൾ അവരുടെ വിജയപ്രതീക്ഷ പങ്കുവെക്കുകയാണ്. ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല, പിന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത്. നല്ല സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത്, എല്ലാവരും വോട്ട് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. എന്ത് ശ്രമിച്ചാലും UDFന്റെ വോട്ടിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. നിലമ്പൂർ UDFന്റെ വോട്ടിൽ ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാക്കാൻ, വിള്ളൽ പോട്ടെ, ഒരു ചെറിയ ഹെയർലൈൻ പോറൽ പോലും ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. ഒരു വലിയ ജോയിന്റ് ആയിട്ടുള്ള നല്ലൊരു മൂവ്മെന്റ് അത് നിലമ്പൂരിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? PV അൻവർ ഒറ്റക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ്. 75,000-ൽ നിന്ന് ഇന്നലത്തോടു കൂടി എനിക്ക് ബോധ്യപ്പെട്ടു 75,000-ൽ നിൽക്കില്ല എന്ന്. അതാണ് നിലമ്പൂരിലെ ജനവികാരം. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കാണാമല്ലോ. ഒരു സ്പെസിഫിക് കാൽക്കുലേഷൻ അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞ 35 to 40% LDF എന്നും ആവറേജ് 25+ വോട്ടുകൾ UDF എന്നും വരും. നമ്മുടെ പ്രതിനിധികൾ വീണ്ടും ചേരുകയാണ്. നിലമ്പൂർ ടൗണിൽ നിന്ന് ദീപക് തർമ്മണം, നിലമ്പൂർ നഗരസഭയിൽ ബെൻസി വിജയൻ, പോത്തുകലിൽ നിന്ന് ഷിരിജിത്ത് ശ്രീകുമാരൻ, എടക്കരയിൽ നിന്ന് സുഹൈൽ മുഹമ്മദ്, അമരമ്പലത്ത് നിന്ന് നിതിൻ അംബുജൻ, കരുളായിൽ നിന്ന് സമീർ ബിൻ കരീം, വഴിക്കടവിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, മുത്തേടത്ത് നിന്ന് വിഷ്ണു സുരേഷ്, ചുങ്കത്തല മിഥില ബാലൻ എന്നിവർ ചേർന്ന് ഇപ്പോൾ വിപിൻ സി വിജയൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വിപിൻ സി വിജയൻ നിലമ്പൂർ നഗരസഭയിലാണ്. വിപിൻ സി വിജയൻ പറയൂ. ഇപ്പോൾ മുതിരി മാങ്കൊത്ത് സ്കൂളിലാണ് ഞാനുള്ളത്. ഇവിടെ 4 ബൂത്തുകളാണ് ഉള്ളത്. ഈ 4 ബൂത്തുകളിലും വലിയ ഒരു തിരക്ക് കാണുന്നുണ്ട്. 5 ബൂത്തുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ തിരക്കുണ്ട്. അതിരാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ള ആ ഒരു ആളുകളുടെ ഒരു വരവ് അതിപ്പോഴും ആ ഫ്ലോ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 10:15 15% മുകളിലേക്കാണ് വോട്ടിംഗ് ശതമാനം നിലമ്പൂരിൽ വന്നിരിക്കുന്നത്. അത് ഒട്ടും കുറവാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ശരാശരിയായി നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ. അതുകൊണ്ട് തന്നെ അത് അല്പം ഒന്ന് മന്ദഗതിയിലാകാൻ സാധ്യത ഇനി കാണുന്നുണ്ട്. പക്ഷേ പരമാവധി ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുന്നണികൾ കഠിന പ്രയത്നം തന്നെ ചെയ്യുകയാണ്. എല്ലാ വീടുകളിലും എത്തി എല്ലാവരെയും പരമാവധി വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 76% എത്തിയതാണ്. അന്നത്തെ ഭൂരിപക്ഷം 2700 മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് എല്ലാ മുന്നണികളുടെയും ചങ്കിടിപ്പേറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് പരമാവധി ആളുകളെ വോട്ടിനായി എത്തിക്കുക എന്നുള്ളതാണ്. ഒപ്പം കഴിഞ്ഞ ലോക്സഭയുടെ കണക്കൂടി ഒന്ന് നോക്കണം. അന്ന് 64% മാത്രമായിരുന്നു. അതായത് അതിന് തൊട്ട് മുൻപത്തേതിൽ നിന്ന് ഏകദേശം 8%-ലേറെ വോട്ടാണ് കുറഞ്ഞത്. അപ്പോൾ ആളുകൾക്ക് ഈ 8 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് ഈ വോട്ട് ചെയ്യാനൊക്കെയുള്ള ഒരു മടി, ഒരു വിരക്തി ഉണ്ടോ എന്നുള്ളൊരു സംശയം മുന്നണികളെ സംബന്ധിച്ചിട്ടുണ്ട്. അത് ചില രാഷ്ട്രീയ നേതാക്കളും നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രാവിലത്തെ ഒരു ആളുകളുടെ തിരക്ക് കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതുമില്ല. പ്രചാരണം എല്ലാം തന്നെ ഏറ്റിരിക്കുന്നു. പ്രചാരണത്തിന്റെ ആ വീറും വാശിയും ഈ വോട്ടെടുപ്പ് ദിവസത്തിലേക്കും നീണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും വിവിധ ബൂത്തുകളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പരസ്പരം ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ കാണുന്നത്. അല്പസമയം മുൻപാണ് PV അൻവറും ആരിടം ഷൗക്കത്തും തമ്മിൽ കണ്ടത്. പക്ഷേ അത് കെട്ടിപ്പിടുത്തം വേണ്ട, ആശ്ലേഷണം വേണ്ട എന്നുള്ളത് പറയുകയായിരുന്നു. അങ്ങനെ ആശ്ലേഷിക്കുന്നത് അത് ഒരു സിനിമാ നടനായതുകൊണ്ട് തന്നെ അതൊരു അഭിനയമാണ് എന്നുള്ളതായിരുന്നു PV അൻവർ പറഞ്ഞത്. അതിന് മറുപടി ഇപ്പോൾ ആരിടം ഷൗക്കത്ത് പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു അവഹേളനത്തിനുമില്ല. ഇതിനോടകം PV അൻവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, താൻ ഇതുവരെയും അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ആശയങ്ങൾ കൊണ്ടാണ് പരസ്പരം നേരിടേണ്ടത്, അങ്ങനെയാണ് പിതാവ് പഠിപ്പിച്ചത് എന്നുള്ളതായിരുന്നു ഷൗക്കത്തിന് അതുമായിട്ടുള്ള മറുപടി. അപ്പോൾ ഈ കണ്ടുമുട്ടുമ്പോഴൊക്കെ അത് ഓരോ വിവാദങ്ങൾ, ഓരോ ചർച്ചകളിലേക്ക് വഴിമാറുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. വീണ്ടും ഇതാ SKN ഒരു മഴക്കോൾ ഇവിടെ വരുന്നുണ്ട്. പരമാവധി വോട്ടർമാർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ ബൂത്തുകളിലേക്കും. നഗരസഭയിലും സജീവമാണ് വോട്ടെടുപ്പ്.